കമ്പനിയുടെ ഒരു മീറ്റിങ്ങിനായി ചെന്നൈയിലേക്ക് പോയ ദീപു വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ കാണുന്നത് തൻ്റെ ഭാര്യ ദീപ്തി അവളുടെ കാമുകനെ വീട്ടിൽ വിളിച്ചു കയറ്റിയതാണ്. ഒരാഴ്ചത്തെ മീറ്റിങ്ങിന് വേണ്ടിയാണ് ദീപു പോയതെങ്കിലും 4 ദിവസം കൊണ്ട് കാര്യം നടന്നതിനാൽ 5-ാം ദിവസം രാവിലെ തന്നെ അവൻ തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെടുകയായിരുന്നു. ഫോൺ ചാർജ് തീർന്ന് ഓഫായി പോയതിനാൽ അവന് താൻ വരുന്ന വിവരം ദീപ്തിയെ വിളിച്ച് പറയാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ദീപു അന്ന് വരുമെന്ന് ഭാര്യയും തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. വൈകുന്നേരത്തോടെ വീട്ടിലെത്തിയ ദീപു കോളിംഗ് ബെല്ലിൽ വിരലമർത്താൻ തുടങ്ങുമ്പോഴാണ് തൻ്റെ കാർ പോർച്ചിൽ നിർത്തിയിട്ടിരിക്കുന്ന പരിചിതമായ ഒരു ബൈക്ക് ശ്രദ്ധിച്ചത്. അതവൻ്റെ കൂട്ടുകാരൻ സണ്ണിയുടെ ബൈക്കായിരുന്നു. സണ്ണിയുടെ വണ്ടി ദീപു എളുപ്പത്തിൽ തിരിച്ചറിഞ്ഞു. ദീപുവിൻ്റെ ഫ്രണ്ട്സ് വലയത്തിൽ അത്യാവശ്യം കോഴിത്തരവും പെണ്ണുപിടിയും ഒക്കെ ആയിട്ട് നടക്കുന്നവനാണ് സണ്ണി. അവൻ്റെ ആ സ്വഭാവം കൊണ്ട് വയസ്സ് 35 ഇതുവരെ പെണ്ണ് കിട്ടിയിട്ടില്ല അവന്. സണ്ണി അവിടെ ഉണ്ടെന്ന അറിവിൽ ഒരു നിമിഷം ദീപുവിൻ്റെ മനസ്സിലൊരു അപായമണി മുഴങ്ങി. താനില്ലാത്ത നേരം തൻ്റെ കൂട്ടുകാരൻ സണ്ണിക്ക് തൻ്റെ വീട്ടിൽ എന്താണ് കാര്യം? അതുമോർത്ത് വീടിന്റെ മുൻവാതിൽ അടച്ചു പൂട്ടിയിരുന്നതിനാൽ ദീപുവിന്റെ സംശയം കൂടുതൽ വർദ്ധിക്കുകയാണുണ്ടായത്. ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയായതുകൊണ്ട് തൻ്റെ മനസ്സിൽ തോന്നിയ സംശയത്തിന് ഉടനെ തന്നെ ഒരു ഉത്തരം കണ്ടെത്തണമെന്ന് അവൻ തീരുമാനിച്ചു. താൻ വിചാരിക്കുന്ന പോലെ തൻ്റെ ഭാര്യയും കൂട്ടുകാരനും ചേർന്ന് തന്നെ ചതിക്കുകയാണെങ്കിൽ തിരിച്ചൊരു 8ന്റെ പണി തന്നെ അവർക്ക് കൊടുക്കണമെന്ന് ദീപു മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിലും അവൻ്റെ മനസ്സിൻ്റെ ഒരു ഭാഗം തൻ്റെ ഭാര്യ തന്നെ ചതിക്കരുതേ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കോളിംഗ് ബെല്ലിൽ വിരലമർത്താതെ അവൻ നേരെ പുറകുവശത്തേക്ക് ചെന്ന് നോക്കി. അടുക്കളവാതിലും അടച്ചിരുന്നതിനാൽ അവൻ അതുവഴിയും വീടിനുള്ളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. നിരാശയോടെ ഒരു നിമിഷം അവൻ അവിടെ തന്നെ നിന്നു. ശേഷം അവൻ എഴുന്നേറ്റ് ചുറ്റുമൊന്ന് നടന്നു നോക്കി. ഇരുനില വീടാണ് ദീപുവിൻ്റേത്. താഴത്തെ റൂമിലെ ബെഡ്റൂമിൽ നിന്നും അടക്കിപ്പിടിച്ച ചില വർത്തമാനങ്ങളും ചിരിയും അവൻ കേട്ടു. കുറച്ചു സമയം ആ ബെഡ്റൂമിൻ്റെ അടച്ചുപൂട്ടിയ ജനാലയ്ക്കരികിൽ കാതോർത്തിരുന്നപ്പോൾ അകത്തു നിന്നും കേൾക്കുന്ന അടക്കിപ്പിടിച്ച ശബ്ദങ്ങൾ തൻ്റെ ഭാര്യ ദീപ്തിയുടെയും കൂട്ടുകാരൻ സണ്ണിയുടേതുമാണെന്ന് ദീപുവിന് വേഗം മനസ്സിലായി. ആദ്യം അവനതൊരു ഷോക്കായെങ്കിലും ചുറ്റിനും കേൾക്കുന്ന വാർത്ത ഇത്തരത്തിലായതുകൊണ്ടും സണ്ണി പെൺവിഷയത്തിൽ തൽപര കക്ഷിയായതുകൊണ്ടും അവൻ തൻ്റെ ഭാര്യ ദീപ്തിയെ വളച്ചു കഴിഞ്ഞുവെന്ന് ദീപു അസ്വസ്ഥതയോടെ ഓർത്തു. ആ നിമിഷം ഇതുവരെയും അടിച്ചു കൊള്ളുവാനുള്ള ദേഷ്യമാണ് ദീപുവിന് തോന്നിയത്. എങ്കിലും അവൻ ശ്രമപ്പെട്ട് തൻ്റെ ദേഷ്യം അടക്കി നിർത്തി. ഈ സിറ്റുവേഷൻ താൻ വളരെ പക്വതയോടെ കൈകാര്യം ചെയ്യണമെന്ന് അവൻ ചിന്തിച്ചു. തന്നെ ചതിച്ച കൂട്ടുകാരനെയും ഭാര്യയും എല്ലാ തെളിവുകളോടെയും കൈയോടെ തന്നെ പിടികൂടണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. വീടിനുള്ളിലേക്ക് എങ്ങനെ കയറുമെന്ന് ആലോചിച്ച് ദീപു കുറച്ച് സമയം നിന്നു. ശേഷം അവൻ നേരെ ടെറസിൻ്റെ പടികൾ കയറി മുകളിലേക്ക് ചെന്നു. അവൻ്റെ ഭാഗ്യത്തിന് ടെറസിൽ നിന്ന് വീടിന് ഉള്ളിലേക്ക് കടക്കുന്ന വാതിൽ കുറ്റിയിട്ടിട്ടില്ലായിരുന്നു. ദീപു മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് ഇൻസ്റ്റ എടുത്ത് ലൈവ് പോകാൻ തുടങ്ങി. എൻ്റെ ഭാര്യയും കൂട്ടുകാരനും കൂടി എന്നെ സമർത്ഥമായി പറ്റിക്കുകയായിരുന്നു. ഞാനെല്ലാം ഇന്നാണ് അറിയുന്നത്. ഈ നിമിഷം തന്നെ ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി അവരെ കൈയോട് പിടിക്കാൻ പോവുകയാണ്. എല്ലാവരും കണ്ടു. അത് പറഞ്ഞുകൊണ്ട് ദീപു താഴത്തെ ബെഡ്റൂമിലേക്ക് പോയി. റൂമിൻ്റെ വാതിൽ തുറന്ന് കിടന്നതിനാൽ സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോൾ തന്നെ ദീപു മുറിയിൽ നടക്കുന്നതൊക്കെ കണ്ടു. ഉടുതുണി ഒന്നുമില്ലാതെ ബെഡിൽ കിടന്ന് കെട്ടി മറയുകയായിരുന്നു ദീപുവിൻ്റെ ഭാര്യ ദീപ്തിയും അവൻ്റെ കൂട്ടുകാരൻ സണ്ണിയും. എൻ്റെ സണ്ണി, നിൻ്റെ ഈ കരുത്തൊന്നും എൻ്റെ കിഴങ്ങൻ ഭർത്താവിനില്ല കേട്ടോ. നമ്മളെ കുറച്ച് നേരത്തെ തന്നെ പരിചയപ്പെടേണ്ടതായിരുന്നു. എന്തൊരു സ്റ്റാമിനയാണ് നിനക്ക്. ഇന്നിപ്പോൾ എത്ര തവണ ചെയ്തു. അവനിങ്ങനെ ഇല്ലാതിരിക്കുമ്പോഴല്ലേ നിന്നെ എനിക്ക് അടുത്ത് കിട്ടാറുള്ളൂ. അതുകൊണ്ട് ഞാനൊന്ന് മാക്സിമം മുതലാക്കട്ടെ പെണ്ണെ. ദീപ്തിയുടെ മാറിൽ സണ്ണി പല്ലുകളാഴ്ത്തി. വേദനിപ്പിക്കാതെടാ, കടിച്ചിട്ട് പാടുവന്നാൽ ദീപു എങ്ങാനും കാണും. അവൻ എന്നെ ഇങ്ങനെ കടിച്ചു പറിക്കാറില്ല. അവൻ നിന്നെ നേരെ ചൊവ്വേ കണ്ടിട്ടുണ്ടോ? അതിനൊക്കെ അവനെവിടുന്ന നേരം. കേട്ടി 2 കൊല്ലമായി. ഒരു കുഞ്ഞിനെ പോലും തരാൻ കഴിവില്ല. എൻ്റെ ഭർത്താവ് ഒരു പോങ്ങനായതുകൊണ്ടല്ലേ ഞാൻ നിൻ്റെ വലയിൽ വീണത്. അവൻ തരാത്ത സുഖം ഞാൻ നിനക്ക് തരുന്നില്ലേ ദീപ്തി? അല്ലെങ്കിലും ദീപു നിന്നെ വേണ്ട വിധം ശ്രദ്ധിക്കാറില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാനൊന്ന് മുട്ടി നോക്കിയത്. ഇത്രയും പെട്ടെന്ന് നീ വളയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സണ്ണിയുടെ കൈകൾ അവളുടെ ഉടലിലൂടെ സഞ്ചരിച്ചു. റൂമിന് പുറത്തുനിന്ന് ദീപു ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഇൻസ്റ്റാ ലൈവിൽ കൂടി നാട്ടുകാരും ബന്ധുക്കളും ആ രംഗങ്ങൾക്ക് സാക്ഷികളായി. നിമിഷങ്ങൾ കൊണ്ട് അവിടെ ആളുകൾ കൊണ്ട് നിറഞ്ഞു. പുറത്ത് ബഹളം കേട്ട് തുടങ്ങിയപ്പോഴാണ് ദീപ്തിയും സണ്ണിയും അപകടം മനസ്സിലാക്കിയത്. അപ്പോഴേക്കും ദീപു മുൻവാതിൽ തുറന്നിട്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ തിരിച്ചറിയുന്നതിന് മുൻപേ ദീപ്തിയുടെ വീട്ടുകാർ പാഞ്ഞു വന്ന് 2 അടിക്കാൻ തുടങ്ങി. ദീപ്തിയുടെ അമ്മ അവളെ വസ്ത്രം ഇടിപ്പിച്ചു. പുറത്തേക്ക് വലിച്ചിറക്കി കാറിൽ കൊണ്ട് കയറ്റി. സണ്ണിയെ ദീപ്തിയുടെ ആങ്ങളെ നന്നായി പെരുമാറി അവിടെ ഇട്ടിട്ട് പോയി. അവൻ്റെ വീട്ടുകാർ വന്ന് അവനെയും കൊണ്ടുപോയി. ആ സമയമൊക്കെ ദീപു ആ ഭാഗത്തു നിന്ന് മാറി നിന്നു. അവരെ ഇരുവരെയും കാണാൻ പോലും അവൻ ആഗ്രഹിച്ചില്ല. ആ മാരണം ഒഴിഞ്ഞുപോയ സമാധാനത്തിലായിരുന്നു ദീപു. വൈകാതെ തന്നെ ദീപു തങ്ങൾക്കിട്ട് പണി തന്നതാണെന്ന് സണ്ണിയും ദീപ്തിയും മനസ്സിലാക്കി. നാണക്കേട് കാരണം ആ നാട്ടിൽ നിൽക്കാൻ കഴിയാതെ ദീപ്തി നിർബന്ധിച്ച് സണ്ണി കൂടെ കൂട്ടി അവിടെ നിന്നും നാട് വിട്ടു. ദീപുവും അതെല്ലാം അറിഞ്ഞു. അവൾ ഇറങ്ങിപ്പോയത് നന്നായി എന്ന് അവൻ ചിന്തിച്ചു. എങ്കിലും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും തൻ്റെ ഭാര്യ തന്നെ വഞ്ചിച്ചതോർത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ അവന് സങ്കടമുണ്ടായിരുന്നു. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്